നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മുടപ്പത്തൂരിനെ ശുചിത്വ വാർഡായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡായ മുടപ്പത്തൂരിനെ ശുചിത്വ വാർഡായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലനാണ് പ്രഖ്യാപനം നടത്തിയത്. പ്ലാസ്റ്റിക് എല്ലാം വളരെ മുമ്പ് നമ്മൾ എന്താ ചെയ്യുക, നമുക്കെല്ലാം ഓർമ്മയില്ലേ? നമ്മളെല്ലാം അതിന് എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ അപകടം എന്നത് നമ്മുടെ നാട്ടുകാരോടും എല്ലാവരോടും തുറന്നു പറഞ്ഞു. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മാരകമായ വിഷപ്പുക അത് നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുകയാണ്. നിരവധി ആളുകൾ ആരോഗ്യം വിവിധ അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നതല്ല ഒന്നു, മാരകമായ അസുഖങ്ങൾ കൂടി പിടിപെടുന്ന ഒരു വിഷമായിട്ടുള്ള ഒരു വിഷപ്പുകയായിട്ടുള്ള ഡയോക്സിൻ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കെട്ടിക്കിടക്കുന്നത്. ഒന്ന് നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും. വളരെ മുമ്പെല്ലാം മിക്കവാറും വീട് അടുപ്പാണ് ഉണ്ടാക്കുക. ആ അടുപ്പ് സാധാരണ ചെറിയ വിറകെല്ലാം വെച്ചിട്ടുള്ള നമ്മൾ കത്തിക്കുമ്പോൾ ഈ അടുപ്പിലാണ് കൊണ്ടിട്ട് ഈ പ്ലാസ്റ്റിക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പെട്ടെന്ന് കാണില്ല. അത് അടുപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക് കാണില്ല. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം റോജ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കേരള സർക്കാർ മാലിന്യമുക്ത കേരളം പ്രഖ്യാപനം നടത്തുന്നു. ആ സമയം വരെ നമ്മുടെ പ്രവർത്തനങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. അതുപോലെ അത് കഴിഞ്ഞും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഈ ശുചിത്വ വാർഡായി ഇന്ന് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാലും നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയി നടന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് ഈ ദിവസത്തേക്ക് നമ്മൾ ഈ ശുചിത്വ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപനം നടത്തുന്ന ഈ ഘട്ടത്തിലേക്ക് നമ്മൾ ഒരുപാട് തവണ, നമുക്കറിയാം, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപാട് തവണ ഘട്ടങ്ങളായി നമ്മൾ വാർഡുകളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പല മേഖലകളിലും പല ശുചീകരണ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ളവരാണ്. നമുക്കറിയാം, നമ്മുടെ മുടപ്പത്തൂർ പുഴയുടെ എന്താ പറയുക, ഓളങ്ങളിലും നമ്മൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പുഴയുടെ കരയ്ക്ക് നിന്നുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന മാലിന്യങ്ങൾ, കുപ്പികളായും മറ്റ് മാലിന്യങ്ങൾ നമ്മൾ ശേഖരിച്ചുകൊണ്ട് നമ്മൾ ആ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ AS സ്നേഹ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 334 വീടുകളിലായി 1049ഓളം പേർ അധിവസിക്കുന്നു. 324 വീടുകളിലായാണ് ആൾതാമസമുള്ളത്. 2024 ഒക്ടോബർ 2 മുതൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി നിരന്തരമായ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. ഘട്ടങ്ങളിലായി നടന്ന പ്രവർത്തനങ്ങൾ വ്യക്തി ശുചിത്വം, ഗൃഹശുചിത്വം, സ്ഥാപന ശുചിത്വം, സമൂഹ ശുചിത്വം എന്നിങ്ങനെയുള്ള പ്രവർത്തനം നടത്താൻ വാർഡ് തല ശുചിത്വ സമിതിയാണ് നേതൃത്വം നൽകിയത്. റോജ എം ചെയർമാനും JC സ്നേഹ കൺവീനറുമായി അംഗസമിതി നേതൃത്വം നൽകി. വാർഡ് വികസന സമിതി കൺവീനർ P അശോകൻ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ MK സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിന്റെ ഭാഗമായി മുടപ്പത്തൂർ പുഴ ശുചീകരണവും ശുചിത്വ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.